ഒരു തുള്ളി വെള്ളവും ഫുഡും കഴിക്കാതെ ഞാൻ അടുത്ത 24 മണിക്കൂർ ഈ റൂമിൽ നിൽക്കാൻ പോവാണ്. ഇപ്പം ടൈം 8:31. നാളെ രാവിലെ 8:31 വരെ ഈ റൂമിൽ എനിക്ക് പട്ടിണി കിടക്കാനാവുമോ എന്നാണ് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വിശപ്പിനെ ഫോക്കസ് ചെയ്യുന്നതും കൊണ്ട് ആദ്യത്തെ ഒരു 5-6 മണിക്കൂർ നല്ല ഫാസ്റ്റിലായിരിക്കും പോവുക. കാരണം അത്രയും ടൈം എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പം ചലഞ്ച് തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഞാൻ ഇത്രയും നേരം നിന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ റൂമിൽ ഒറ്റക്ക് നിൽക്കലാണ് വിശപ്പിനെക്കാട്ടിലും വലിയ പ്രശ്നം. കാരണം നമ്മൾ ഫോണിലോ കളിച്ചാലും നമുക്ക് മടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 1 മണിക്കൂറായപ്പോൾ തന്നെ എനിക്ക് ഫോണിൽ കളിച്ച് മടുത്ത്. ഇപ്പം ടൈം 2 മണിക്കൂറായി. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ടൈം പോകുന്നത് അറിയുന്നില്ല. പക്ഷെ എനിക്കിപ്പം ചെറുതായിട്ട് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ബാത്റൂമിൽ പോകാൻ എന്ത് ചെയ്യും, റൂമിൽ സാധിക്കുകയാണോ ചെയ്യുന്നതെന്ന്. റൂം സാധിച്ചാൽ ഞാൻ തന്നെ ക്വാറന്റൈനെ കൊണ്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ബാത്റൂമിൽ പോകുന്നുണ്ട്. അതല്ലാണ്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്കും പോകില്ല, പ്രോമിസ്. യൂട്യൂബ് ചാനലാണ് സത്യം. ഇപ്പം 3 മണിക്കൂറായി. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിന് ദാഹിക്കുന്നില്ല, വിശക്കുന്നില്ല. പക്ഷെ ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 4 മണിക്കൂറായി. പക്ഷെ തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഇതാകുക, അതായത് വെള്ളം കുടിക്കാത്തതും കൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഇതാകുക, എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ആണെങ്കിൽ വിശക്കുന്നൊന്നുമില്ല കേട്ടോ, വിശക്കാനൊക്കെ ടൈം ആകുന്നല്ലേ ഉള്ളൂ. സാധാരണ ടൈം ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതാണ്. അതിനൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം 5 മണിക്കൂറായി ഞാൻ ഈ റൂമിൽ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പം 1:30 ടൈം, അതായത് സാധാരണ നമ്മൾ ചോറ് തിന്നുന്ന ടൈമായി. അപ്പൊ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. സോ വിശപ്പ് വരാതിരിക്കാൻ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. ഇപ്പം വൈകുന്നേരം 4:30 നമ്മൾ ഉച്ചക്കുള്ള സാധാ വിശപ്പ് ഞാൻ ഉറങ്ങിയതിനെ കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി രാത്രിയത്തത് എങ്ങനെയെങ്കിലും ഫീൽ ചെയ്യാണ്ടെന്നാൽ മൊത്തം ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനാവും. ഇനി ഒന്ന് എണീച്ച് നോക്കട്ടെ, എണീച്ച് നിൽക്കാനാവുന്നുണ്ടോ. എനിക്ക് നിങ്ങളെ വെറുതെ ബോറടിപ്പിച്ച് സ്കിപ്പ് കിട്ടിക്കാൻ വലിയ താല്പര്യമില്ല. അതായത് അത്രയും റിട്ടൻഷൻ പോകുമല്ലോ, അതിനെക്കൊണ്ടാണ് ഞാൻ കണ്ടമാനം ഷോട്ട് വെക്കാതെ ഇങ്ങനെ ടൈം ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒറ്റക്കായതിനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അടുത്ത പ്രാവശ്യം എനിക്ക് ബെറ്റർ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിലൊന്ന് മെമ്പർ ആവണം. കാരണം വളരെ തുച്ഛമായ പൈസ ആണുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ മെമ്പർ ആവുകയാണെങ്കിൽ എനിക്ക് റവന്യൂ കൂടും. അതിനനുസരിച്ച് എനിക്ക് ആൾക്കാരെ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ എനിക്ക് വലിയ രീതിയിൽ ക്ഷീണമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഒന്ന് റൂം മൊത്തം ഒന്ന് കാണിച്ചു തരാമെന്ന്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിനാവും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ട്രൈപോഡ് ഇതിലാണ് ഞാൻ ഇത്രയും കാലം യൂട്യൂബ് ഷോർട്സ് എടുത്തോണ്ടത്. ഇപ്പൊ ഇതാക്കുന്ന അത്യാവശ്യം ഹൈറ്റിലുള്ള ഷോട്ട് എടുക്കാൻ വെച്ചതാണ്. ഇത് ചെറിയൊരു ബാങ്കിന്റെയും മൊത്തത്തിൽ ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ച് കവർ ചെയ്താണ്. വാച്ച് ബുക്കുകൾ പഠിക്കുന്നുണ്ടോ ചോദിക്കരുത്, ബുക്കുകൾ ഉണ്ട് ഇവിടെ. എൻ്റെ ബൈക്ക് ഇതവിടെ ഒരു ബുക്ക്. അതിൽ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും എഴുതുന്നില്ല, കാരണം ജസ്റ്റ് എന്തെങ്കിലും കുത്തി വരുന്ന ടൈം പോക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ രാവിലെ തന്നെ സ്വന്തം കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ അൾമാറി എല്ലാം നീറ്റാണ്. അവിടെ പാൻറ് തൂക്കിയിട്ട് മാത്രം ചെറുപ്പം നീറ്റല്ല, കാരണം ഞാൻ ഇന്നലെയൊക്കെ കഴിച്ചിട്ട് അത് അവിടെ ഉണ്ട്. പിന്നെ കുപ്പായം, ബനിയൻസ്, അതിൽ ഡ്രസ്സ് ഇടലാണ്. എൻ്റെ ബാഗ്, ഷൂ, വേസ്റ്റ് ബാസ്ക്കറ്റ്, നിസ്കാരപ്പായി. ഇനി കുറച്ച് കയ്യട്ടെ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാന്ന് വിചാരിച്ച്. എനിക്കിപ്പം നല്ല രീതിയിൽ റൂമിലിരുന്ന് ബോറടിക്കുന്നുണ്ട്. അപ്പൊ മഴ കണ്ടാൽ കുറച്ച് എന്റർടൈൻമെന്റ് ആവും, കുറച്ച് ടൈം പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴ, ഇവിടുത്തെ കിളിന്റെ സൗണ്ട്, ആഹാ നല്ല വിശപ്പ്, അന്തസ്. ഇനി ഞാൻ കുറച്ചിവിടെ ഇരുന്നിട്ട് വരാം. പുറത്ത് മഴയൊക്കെ ചോർന്ന് നല്ല കാറ്റ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ ഒരു നൈസ് വൈബാണ്. ഇപ്പൊ ഏകദേശം 10 മണിക്കൂറായി ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് വിശക്കൊന്നൊന്നുമില്ല, കാരണം ഞങ്ങൾ നോമ്പൊക്കെ നോക്കുന്നതിനെ കൊണ്ട് 14 മണിക്കൂർ പട്ടിണി എടുത്ത് തയക്കമുണ്ട്. അപ്പൊ 15 മണിക്കൂറൊക്കെ ആവുമ്പോഴേ സീനാവും. ഇപ്പൊ ഏകദേശം 10 മണിക്കൂറായി. ഒരു 4 മണിക്കൂർ കൊണ്ടും കഴിഞ്ഞാൽ പിന്നെ സീനായിരിക്കും. ഞാൻ ഇതുവരെ 14 മണിക്കൂറിൽ കൂടുതൽ പട്ടിണി കിടന്നിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. കുറച്ച് നല്ല ഇരുട്ടായി. ഏകദേശം ടൈം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ കിടന്നുറങ്ങിയാൽ രാവിലെ എണീച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം ഉറങ്ങുമ്പോൾ വിശപ്പ് അറിയൂല, അല്ലാണ്ട് ഇരുന്നാൽ നല്ല രീതിയിൽ വിശക്കും. ഈ ഫോണില്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കാനാവില്ല കേട്ടോ, കാരണം വിശപ്പ് സഹിക്കാനാവില്ല. ഈ ഫോൺ ഉണ്ടായതിനെ കൊണ്ട് ടൈം പോകുന്ന അറിയുന്നില്ല. പിന്നാണ് ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റി, മറ്റേ ഷർട്ടിന് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇവിടെ കഴിച്ചു വെച്ചതാണ്. ഇപ്പം 11 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. വിശക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അതായത് ഒരു നോമ്പൊക്കെ തുറക്കാനാവുമ്പോഴുള്ള ഒരു വിശപ്പില്ലേ, പള്ളേന്നും തലേന്നും ഒക്കെ ഒരു തരത്തിലുള്ള വിശപ്പ് അതുണ്ട്. പിന്നെ ആണെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുടല് ചുരുങ്ങി പോകുന്നൊക്കെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുടലൊന്നും ചുരുങ്ങി പോകാണ്ടെന്നാൽ മതിയായിരുന്നു. ഈ ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 12 മണിക്കൂറായി. ഇപ്പം തന്നെ എനിക്ക് തലവേദനയൊക്കെ ആകുന്നുണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായതിനെ കൊണ്ട് നല്ല രീതിയിൽ തലവേദന ആവും. അപ്പോൾ ഇപ്പം ചെറിയ രീതിയിൽ തലവേദനയൊക്കെ തുടങ്ങിയേക്ക്. എന്താവും എന്നറിയില്ല, കണ്ടറിയാം. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, ചെറുതായിട്ട് തലവേദനയാകുന്നുണ്ട്.
തലവേദന കൂടാണ്ട് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും നാളെ രാവിലെ എത്തിക്കാം. തലവേദന കൂടിയ സീനാണ്. ഇപ്പം 13 മണിക്കൂറായി. ഞാനൊന്ന് ജസ്റ്റ് ഉറങ്ങുകയാണ്. ഇനി നല്ലോണം ഉറങ്ങുകയാണെങ്കിൽ നാളെ രാവിലെ വരും. അതിൻ്റെ ഇടയ്ക്ക് ഉണർന്നാൽ അന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഉറങ്ങുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. നാളെ രാവിലെ വരെ അങ്ങ് അറിയാണ്ട് പോയി കിട്ടിയായിരുന്നു. ഇപ്പം 23 മണിക്കൂറായി ചലഞ്ച് തുടങ്ങി. അപ്പം ഞാൻ എണീച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇത് ഞാൻ 23 മണിക്കൂർ ഈ റൂമിൽ നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഞാനൊരു 4-5 മണിക്കൂർ ആയപ്പം തന്നെ എനിക്ക് വിശക്കുകയും തലവേദനയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കഴിയും അത് പോയിക്ക്. പിന്നെ അതിന് ശേഷം നമ്മളിതൊക്കെ ഒന്ന് ശീലമാവും, വിശപ്പും ഇതൊക്കെ. എന്തായാലും ഇപ്പം വലിയ സീനൊന്നുമില്ല. പക്ഷേ ആഴ്ചകളോളം ഭക്ഷണമൊന്നും കിട്ടാത്തവരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും. എന്നെക്കൊണ്ടാകുന്ന അത്ര ആൾക്കാർക്കെങ്കിലും ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇത് കാണുന്ന കൊച്ചു കുട്ടികളോട് പറയാനുള്ള ഇതൊന്നും വീട്ടിൽ പോയി ട്രൈ ചെയ്യരുത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ഭാഗമായിട്ട് ചെയ്തതാണ്. ഒരാൾ 24 മണിക്കൂർ പട്ടിണി കിടന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ആരും പോയി ട്രൈ ചെയ്യരുത് പ്ലീസ്. ഇപ്പം 8:31. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചലഞ്ച് കഴിഞ്ഞ്. സോ വെള്ളം കുടിക്കാം.